ആളങ്ങൾ സതീശന്റെയും കനകൊലുവിന്റെയും ഉപദേശങ്ങൾ കേട്ട് അക്രമത്തിനാണ് മുതിരുന്നത് എങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന് നന്നായി ഈ യൂത്ത് കോൺഗ്രസിനും ഈ KSUവിനും ഒക്കെ ബോധ്യപ്പെടുത്തും. അതൊരു തർക്കവും വേണ്ട. അങ്ങോട്ടേക്ക് ഇവർ ഈ നാടിനെ കൊണ്ട് എന്നെത്തിക്കരുത്. നല്ല രീതിയിൽ സമാധാന അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ സാമൂഹ്യ ജീവിതവും ഒക്കെ മുന്നോട്ട് പോകുന്ന നാടാണിത്. ഈ നാട്ടിൽ അപകടമുണ്ടാക്കരുത്. ഏത് സതീശന്റെയും ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സ്ഥലമായി ഈ കേരളത്തെ മാറ്റരുത്. അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനല്ല ഈ കേരളത്തിൽ പ്രതിഷേധം നടത്തേണ്ടത്. അതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അക്രമത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു UDF സംവിധാനവും അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? എന്നിട്ടിപ്പോൾ KSUവിൻ്റെ ഏതോ ഒരുത്തൻ പോസ്റ്റ് ഇട്ടിരിക്കുക. എന്തൊരു വൃത്തികേടായി ഇവർ. അവരൊക്കെ വലിയ സംസ്ഥാന നേതാക്കന്മാരാണ് പോലും. ഒരു മന്ത്രി, ഒരു വനിതാ മന്ത്രി ഇങ്ങനെ അക്രമത്തിന് ഇരയായി അവിടെ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സമയത്ത് ഇവരുടെ KSUവിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രതികരണം നോക്കൂ നിങ്ങൾ. അവരുടെയൊക്കെ ഒരു തൊലിക്കട്ടി എത്രത്തോളം ഉണ്ട്. വെറുതെയല്ല ക്യാമ്പസുകളിൽ ഒരു കുട്ടിയും ഈ KSUക്കാർ അംഗീകരിക്കാത്തത്. നമുക്കറിയാമല്ലോ ഇവർക്ക് എവിടെയാണ് ഇവരുടെ കൂടെ ആളുള്ളത്. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും ഇതുപോലെ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രം എന്തും ചെയ്യുന്നവരായി മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തും നടത്തുക, അത് കഴിഞ്ഞാൽ ഇവരില്ല. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്ത് ഈ അക്രമത്തിന് ഒരു കൊട്ടേഷൻ സംഘങ്ങളെ മാത്രം നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. ആ കൊട്ടേഷൻ സംസ്കാരത്തെ കോൺഗ്രസ് എന്ത് ചെയ്യണം? നിരുത്സാഹപ്പെടുത്തണം. കോൺഗ്രസിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള, ആ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള അവശേഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഈ കുട്ടിപ്പട്ടാളത്തെ, സതീശന്റെ കുട്ടിപ്പട്ടാളത്തെ നിലക്ക് നിർത്താൻ തയ്യാറാക്കണം. അല്ലെങ്കിൽ കേരളം ഇവരെ നിലക്ക് നിർത്തും